കുട്ടികളെ പ്രതീക്ഷിച്ചിട്ടാണോ ഡൈവോഴ്സ് ഇങ്ങനെ നീങ്ങുന്നത്? അങ്ങനെയൊന്നുമില്ല. ഒരു ഡിസിഷൻ എടുക്കാൻ തോന്നി, അപ്പോൾ ഒരു ഡിസിഷൻ എടുത്തു. പോസിറ്റീവ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത്, കാരണം നമ്മൾ എത്രയോ പേര് ലൈഫിൽ കാണുന്നത് അടിച്ച് പിരിഞ്ഞ് മൊത്തത്തിൽ അങ്ങനെ പോകാതിരിക്കുന്നതിനെക്കാട്ടും ബെറ്റർ ഹാപ്പി ആയിട്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുന്നതിനെക്കാട്ടും ആ ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്യും. ഈ സ്ട്രഗിൾ ചെയ്തോ അല്ലെങ്കിൽ വിഷമിച്ചോ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണ് അവിടെ വെച്ച് നിർത്താം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇല്ലാതായിപ്പോവും, ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾക്ക് ഇല്ലാതായിപ്പോവും. അതുകൊണ്ട് ആ ടൈമിൽ ഞങ്ങൾ നിർത്തി. ഞങ്ങൾക്ക് നല്ലൊരു പേരൻസായി നല്ലൊരു ഫ്രണ്ടായി ഞങ്ങളിപ്പോൾ നിൽക്കും. ഈ ബിഗ് ബോസിനുള്ളിൽ തന്നെ നിങ്ങളെ ചെറിയ പൊരുത്തക്കേടുകളൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടാണ്. എന്തെങ്കിലും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടായോ ഇതിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ? പിരിയുന്നതിനെ കുറിച്ച് എനിക്കൊന്ന് പോസിറ്റീവായിട്ട് ആൾക്കാർ പറയുന്നത്. കാരണം നമ്മൾ കൂടുതലും ഭൂരിപക്ഷം കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രഗിൾ ചെയ്ത് എത്ര പ്രശ്നം ഉണ്ടെങ്കിലും എന്തൊക്കെ വന്നാലും സ്ട്രഗിൾ ചെയ്ത് ലൈഫ് കൊണ്ടുപോകുന്നതാണ് ലേഡീസ് എന്ന് പറഞ്ഞത്. അപ്പം എല്ലാവരും സപ്പോർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ കറക്റ്റ് ഡിസിഷൻ രണ്ടുപേരും എടുത്തെന്നാണ് പറയുന്നത്. കറക്റ്റ് ടൈമിൽ തന്നെ എടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾക്ക് മുഖത്തോട് നോക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്താൽ വീഡിയോ കോൾ വരും, സംസാരിക്കും, പിള്ളേരുടെ കാര്യങ്ങൾ ആക്റ്റീവാണ്. ഞങ്ങൾക്ക് നല്ല ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അല്ലല്ല, ഞാൻ സച്ചിന ഫിറോസ് ആയിരുന്ന സമയത്ത് തന്നെ മൂവിയിലുണ്ടായിരുന്നു. മൂവിയൊക്കെ വരുന്നു ആ സമയത്ത് തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മൂവി ഫിലിം അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലോട്ട് ഞാൻ വരുന്നത് തന്നെ ഈ പറഞ്ഞ കണക്ക് ഫിറോസൊക്കെ വന്നതിന് ശേഷമാണ്. അതിന് മുമ്പേ ഒരു ജോബ്, അതായത് ഫോക്സോണിൽ CRM ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അതിന് ശേഷം എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വന്നത്. കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തത് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരുടെയും നല്ലൊരു അഭിപ്രായം. കാരണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കാണുന്നത് ഞാനും ഫിറോസിക്കായും മുഖത്തോട് മുഖം നോക്കാൻ പറ്റാതെ ഭയങ്കര പ്രശ്നമായിട്ട് അടി ഉണ്ടാക്കേണ്ട ഗതികേടും പിന്നെ മുഖത്തോട് നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിന് മുമ്പേ ഞങ്ങൾക്ക് നിർത്തിയതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. സ്വരച്ചേർച്ചകൾ വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ തന്നെ നമുക്കത് നിർത്തുന്നതായിരിക്കും ബെറ്റർ.